നിരവധി മോഷണ കേസുകൾ പ്രതിയായ തമിഴ്നാട് സ്വദേശിയെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകൾ പ്രതിയെയാണ് കീഴ്വായൂർ പോലീസ് നൈറ്റ് പട്രോളിംഗ് സംഘം ഓടിച്ചിട്ട് പിടികൂടിയത്. തമിഴ്നാട് തിരുനെൽവേലി തെങ്കാശി വിശ്വനാഥനായ കോവിൽ സ്ട്രീറ്റിൽ പാച്ചിമുത്തു, മുത്തുകുമാർ എന്നീ പേരുകൾ അറിയപ്പെടുന്ന വസന്തകുമാർ 49 അറസ്റ്റിലായത്. തിരുവല്ല മല്ലപ്പള്ളി റോഡിൽ ചെങ്ങന്നൂർ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം ചൊവ്വ പുലർച്ചെ 4:40 സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ കീഴ്വായൂർ പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് SI PP മനോജ് കുമാറും SCPO ശരത് പ്രസാദും ചേർന്ന് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. കയ്യിൽ ഒരു കവറുമായി പതുങ്ങി നിൽക്കുകയായിരുന്നു ഇയാൾ. കവറിൽ വസ്ത്രങ്ങളും ഒരു കുത്തുളിയും ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി വരുന്ന മോഷണ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു മോഷണത്തെപ്പറ്റിയും ഇയാൾ വെളിപ്പെടുത്തി. കുന്നന്താനം പാലക്കാത്തടി തലക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം റോസ് ടിംബേഴ്സ് തളിമ്പലിൽ നടത്തിയ മോഷണത്തെപ്പറ്റിയാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഈ മാസം 7 പുലർച്ചെ മൺവെട്ടി, ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ എന്നിവ മോഷ്ടിച്ച ശേഷം ഷട്ടർ ഇട്ട് പൂട്ടിയ ഓഫീസിൻ്റെ താഴ് പൊട്ടിച്ച് അകത്ത് കയറിയാണ് മില്ലിൽ മോഷണം നടത്തിയത്. ഓഫീസ് മുറിയുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ ഇയാൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന 300 രൂപയുടെ നാണയം മോഷ്ടിച്ചു കടന്നു. കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിൽ കീഴ്വായൂർ പോലീസ് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് ഇതിലും അറസ്റ്റ് രേഖപ്പെടുത്തി. മോഷ്ടിച്ച് പണം ദൈനംദിന ചെലവുകൾക്കും മദ്യപിക്കുന്നതിനും ഉപയോഗിച്ചതായി പ്രതി സമ്മതിച്ചു. തുടർന്ന് വിരൽ അടയാള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇയാളുടെ വിരലടയാളം ശേഖരിച്ചു. തളിമിലിന് സമീപമുള്ള കിണറ്റിന് വെള്ളം കോരുന്ന തൊട്ടിയുടെ ഇരുമ്പ് കുഴ ചവിട്ടി ഇളക്കിയെടുത്ത് അതുപയോഗിച്ച് മില്ലിൻ്റെ കെട്ടിടമുറിയുടെ ഷട്ടറിൻ്റെ പൂട്ട് അടിച്ചു പൊട്ടിച്ച് ഇളക്കി മാറ്റിയതിനെ തുടർന്നാണ് ഇയാൾ ഉള്ളിൽ കടന്നത്. ഇരുമ്പ് ചുറ്റിയും സ്ക്രൂ ഡ്രൈവറും ഉപയോഗിച്ച് ഓഫീസ് മുറിയുടെ മേശ കുത്തി തുറക്കുകയായിരുന്നു. സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും പോലീസും ഫോട്ടോഗ്രാഫറും പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിരുന്നു. മോഷണത്തിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ബന്ധവസിലെടുക്കുകയും ചെയ്തു. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും വിശദമായി അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കീഴ്വായൂർ സ്റ്റേഷനിലെ 2 കേസുകൾക്ക് പുറമെ അടൂർ, പന്തളം, ആറന്മുള എന്നീ സ്റ്റേഷനുകളിലായി 4 മോഷണ കേസുകൾ നിലവിലുണ്ട്. കൂടാതെ ചിങ്ങവനം, കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മോഷണ കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ആരാധനാ കേന്ദ്രങ്ങളാണ് മോഷണത്തിനായി അധികവും തിരഞ്ഞെടുക്കാറുള്ളത് പോലീസിന് വ്യക്തമായി.